ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കിയാലോ? നല്ല കസ്റ്റർഡ് ഗുലാബ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് പാൽപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഉപ്പ്, ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. പുട്ടിലൊക്കെ കുഴക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കസ്റ്റർഡ് മിക്സ് ഉണ്ടാക്കാം. അതിന് 1/2 കപ്പ് പാലൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റർഡ് മിക്സും ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കട്ടകൾ വരാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാം. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തത്. ഓരോന്നിട്ടിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ആ ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് ഗുലാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക. ബായ്.